മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജുവിനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ കൊല്ലണം എന്നും കൂടി നിനക്ക് തോന്നിയ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജുവിന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ദുർഗയും മേഘനും കൂടിയിട്ട് സംസാരിക്കുമ്പോൾ മേഘനോട് ദുർഗ പറയണേ, എന്തിനാടാ നീ ഇങ്ങനെ പല പ്രാവശ്യമായില്ലേ നീ ഇത് ചെയ്യണു, എന്നിട്ട് നീ എന്തിനെങ്ങനെ, ഇതിലും നല്ലത് ഞങ്ങളെ അങ്ങ് കൊല്ലുകയായിരുന്നു എന്നിങ്ങനെ പറയണം. അവളിനി എന്തെല്ലാം ഇവിടെ ചെയ്യുന്നുള്ളത് അറിഞ്ഞുകൂടാ, അവളാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്, ഇനി എങ്ങനെ അവളോട് മുഖത്ത് നോക്കും ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് മേഘനാഥനെ വഴക്ക് പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ മഞ്ജുവിനോട് പറയണം, മഞ്ജു എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഈ കണ്ണൻ്റെ സ്വത്തുക്കളിലാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം, അതിന് വേണ്ടിയിട്ടാണ് കണ്ണനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ നിൽക്കുന്നത്. അത് കാരണം ഞാൻ പോകുന്നു, നീ ഏതായാലും കണ്ണൻ്റെ കൂടെ ഇവിടെ നിൽക്ക്, ആ സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിങ്ങനെ മേഘം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയണം, ഏതായാലും നല്ല കാര്യം തന്നെയാണ് മനസ്സിൽ, നിൻ്റെ കൂടെ വന്നിരിക്കാൻ എനിക്കിനി എന്തായാലും താല്പര്യമില്ല, നീ ആയിട്ട് നിർത്തുന്നത് വളരെ സന്തോഷം എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഞ്ജു അവിടെ നിൽക്കുക എന്നത് സമ്മതിക്കുകയാണ്. പിന്നീട് മേഘനാഥൻ പോവുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപനോട് കരുണ പറയുന്നുണ്ട്, അച്ഛൻ ഇത് പല പ്രാവശ്യമായി, ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കി നിൽക്കും, അങ്ങോട്ടേക്ക് പോകാനേ തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം. ഉണ്ണിയും പറയണം, ഞാൻ ഈ കണ്ണേടൻ്റെ മുൻപിൽ ഞാൻ എങ്ങനെ പോയി ചെന്ന് നിൽക്കും, ഓഫീസിലാണെങ്കിൽ എനിക്ക് ജോലിയുമുണ്ട്, ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മക്കൾ എന്തായാലും വിഷമിക്കേണ്ട, ഇനി നമ്മൾ ചെയ്യുന്നത് അവനെയല്ല, അവനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവൻ്റെ പിന്നിൽ നിൽക്കുന്ന മാർക്കോയെയാണ് ഇനി ചെയ്യേണ്ടത്, മാർക്കോയെ വേണ്ട വിധേന ഞാൻ കൈകാര്യം ചെയ്ത, അവനോട് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എന്തായാലും ശരി, അവന് വേണ്ട വിധേന ഞാൻ എല്ലാ ആൾക്കാരോടും പറഞ്ഞ് പ്രതാപനും അതുപോലെ തന്നെ വാമദേവനും മേഘനാഥനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഇനി മാർക്കോലിൻ്റെ കാര്യം ശരിയാക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. ഉണ്ണിക്കും കരുണയ്ക്കും ഭയങ്കര ടെൻഷനാകണം, ഇനി എങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കരുണ പറയണം, ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയണം. പ്രതാപൻ പക്ഷേ കരുണയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി അവിടെ എല്ലാ അടുക്കള കൈകാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത് ദുർഗയാണ്. പക്ഷേ ഇപ്പോൾ മഹാലക്ഷ്മിയാണ് അടുക്കള കൈകാര്യം ചെയ്യുകയും ഒരു ശരിക്കൊരു വീട്ടമ്മയെ പോലെ തന്നെ മഹാലക്ഷ്മി അവിടെ പെരുമാറുകയാണ് കേട്ടോ. ദുർഗയ്ക്ക് ആകെ അടി കിട്ടിയ പോലെയാണ്. ദുർഗയ്ക്ക് മഹാലക്ഷ്മിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. കാരണം ചിത കത്തിച്ചതും അതിനുശേഷം കേക്ക് മുറിച്ച് ആഘോഷിച്ചതും എല്ലാം മഹാലക്ഷ്മി കണ്ടിട്ടുണ്ടല്ലോ. അതേസമയം നമ്മുടെ മഞ്ജു കണ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും മരിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല കണ്ണേട്ടാ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ എല്ലാ തെറ്റുകളും എനിക്ക് മനസ്സിലായി, ഞാൻ മേഘൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ജീവശവമായിട്ടാണ്, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഏടത്തി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നിങ്ങനെ മഞ്ജു കരഞ്ഞു പറയുമ്പോൾ കണ്ണനാകെ മനസ്സലവ് തോന്നുകയാണ് കേട്ടോ. ഇതന്നെയല്ലേ നിന്നോട് പറഞ്ഞത്, പക്ഷെ നിനക്ക് ആ എടുത്തുചാട്ടം കൂടിപ്പോയി എന്നിങ്ങനെ പറയണം. മഞ്ജു ഇങ്ങനെ കണ്ണനോട് സംസാരിക്കുന്നത് മഹാലക്ഷ്മി കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. മഹാലക്ഷ്മിക്ക് ആകെ മൊത്തം ഡൗട്ടാണ് ഇപ്പോൾ എല്ലാവരും, മഞ്ജുവിനെ മേഘനാഥൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് അഭിനയിക്കുകയാണോ മഞ്ജു എന്ന് മഹാലക്ഷ്മി ചില നിമിഷം കരുതി പോവുകയാണ് കേട്ടോ. പക്ഷെ മഞ്ജു സത്യസന്ധമായിട്ടാണ് കണ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയുന്നത്.